ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാനൊരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട പൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പല VIP-കളും തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ തീരെ വൃത്തികെട്ട സ്ഥലത്ത് തട്ടുകട നടത്തിയാൽ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമാണെങ്കിൽ ഛർദിയും വയറിളക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മരണം സംഭവിക്കും. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തണം. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നത്. കാളിദാസൻ ദേവദത്തം, ആരോഗ്യമന്ത്രി വൈകിട്ട് വയനാട്ടിലേക്ക് എത്താനിരിക്കും. നിലവിലെ ഷിഗല്ല സാഹചര്യം എന്താണ് ജില്ലയിൽ? വയനാട്ടിലെ ഷിഗല്ല സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നുള്ളതാണ് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ തന്നെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ നീക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളുമായി ഇടപഴകിയ മറ്റു കുട്ടികൾക്കും, അല്ലെങ്കിൽ ഈ രോഗബാധിതരായ കുട്ടികളുടെ സഹോദരന്മാരുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ ഈ കുടിവെള്ളത്തിൻ്റെ ഒക്കെ തന്നെ പരിശോധനകൾ കൃത്യമായി തന്നെ ഉണ്ടാകും. നിലവിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ DMO നൽകിയ വിവരമനുസരിച്ച് 2 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. 68 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 163 പേർക്ക് രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. അവർക്കുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 443 കുട്ടികളാണ് കഴിഞ്ഞ ദിവസങ്ങളായി, അതായത് 1-ാം തീയതി മുതലാണ് ഈ ഷിഗല്ല രോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലും മറ്റ് വിവിധ സ്വകാര്യ ആശുപത്രികളുമൊക്കെ തന്നെ കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നത്. അങ്ങനെ 443 കുട്ടികളാണ് ഇതുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗലക്ഷണമായി ആശുപത്രിയിൽ എത്തിയതും പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അപ്പോൾ അതിൽ കുറെ കുട്ടികൾ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്ന മുമ്പേ തന്നെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ വലിയ ആശങ്കയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ ആശുപത്രിയിൽ നിന്ന് വിടുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചും കൂടുതൽ അവരെ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ്, ഒരു നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഷിഗല്ല രോഗം പടരാതിരിക്കാനുള്ള നടപടികളുമൊക്കെ തന്നെ തദ്ദേശ ഭരണകൂടം സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചതിന് പിന്നാലെ അത്തരത്തിലുള്ള ചില കർശന പരിശോധനകളുമൊക്കെ തന്നെ ശക്തമാക്കാൻ കൂടിയാണിപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് ആരോഗ്യമന്ത്രി എത്തും, സ്ഥിതിഗതികൾ വിലയിരുത്തും. 163 പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളും വേണ്ട നടപടികളും ഒക്കെ തന്നെ സ്വീകരിക്കും. കോളിയാടി മാർ ബസേലിയോസ് AIP സ്കൂളിലെ മുഴുവൻ കുട്ടികളും നിരീക്ഷണത്തിലാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ആ സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെ 26 കുട്ടികളാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിട്ടുള്ളത്. 19 സാമ്പിളുകളുടെ റിസൾട്ടുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ അതും അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.